ശബ്ദം ക്ലിയർ ആണെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഹലോ, ശബ്ദം ക്ലിയർ ആണെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യൂ. ആളുകൾ കയറി തുടങ്ങിയിട്ടുള്ളൂ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലൈവ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടി പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കായതുകൊണ്ട് കൂടുതൽ വീഡിയോകളിലേക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ്. റെസ്റ്റോറൻറ്റ് ഉടമകൾ അഥവാ നമ്മൾ ഓരോരുത്തരും റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഓരോ ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൈറ്റിലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ജീവനക്കാരാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. വലിയ സ്വപ്നങ്ങളാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്, അല്ലേ? പ്രത്യേകിച്ച് ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്നു എന്നുള്ള ഒരു സ്വപ്നമാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് എത്തിച്ചത്. കാരണം ഇന്നുള്ള മറ്റുള്ള ഏത് ബിസിനസ്സിനേക്കാളും ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹം കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്ന ആ ദിവസം വരെ മാത്രമേ അതൊരു സ്വപ്നമായിട്ട് അയാൾക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നുള്ളൂ. പിന്നീട് അയാൾ റിയാലിറ്റിയിലേക്ക് മാറുകയാണ്. എവിടെയാണ് ആ തെറ്റുകൾ സംഭവിക്കുന്നത്? കണ്ട സ്വപ്നത്തിനാണോ തെറ്റുകൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും വരുന്നതാണോ? ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ 80% ആദ്യ വർഷം തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആദ്യ 3 വർഷം കഴിയുമ്പോഴേക്ക് ആരംഭിച്ച റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളിൽ 80% അടച്ചു പൂട്ടിപ്പെടുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ കാര്യം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ കാണുന്ന സ്വപ്നങ്ങളല്ല യഥാർത്ഥത്തിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ആളുകളും എനിക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ള നല്ല കോൺഫിഡൻറ്റിലാണ് അവർ കടന്നു വരുന്നത്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. എന്നിട്ട് പോലും അവർക്ക് പോലും ഈ വിപണിയിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ ഒരു 20% റെസ്റ്റോറൻറ്റുകൾ, ആരംഭിക്കുന്ന 20% റെസ്റ്റോറൻറ്റുകൾ വളരെ സ്മൂത്തായിട്ട് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും അവരെ ബാധിക്കാത്ത രൂപത്തിൽ, പ്രതിസന്ധികളില്ലാതെ ബിസിനസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിന് വളരെ കൃത്യമായിട്ടുള്ള സൊല്യൂഷനുകൾ കൊണ്ടുവന്ന് അവർക്ക് അവരുടെ ബിസിനസ്സിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ ഇങ്ങനെ പരാജയത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വിപണിയെക്കുറിച്ചുള്ള, നമ്മൾ കടന്നു വരുന്ന നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാതെ റെസ്റ്റോറൻറ്റുകൾ ആരംഭിക്കുന്നതാണ് ഒരു പ്രധാന പ്രശ്നം. കാരണം റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ഉടമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കലാണ് അവിടെ നടത്തുന്നത്.
യഥാർത്ഥത്തിൽ ആ വിപണിയിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തി അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷനുകൾ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ ടാർഗറ്റ് കസ്റ്റമറുടെ പെയിൻ പോയിന്റുകളെ കണ്ടെത്തി അവരുടെ പ്രിഫറൻസുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുന്നതിലേക്കല്ല കടന്നു വരുന്നത് ഭൂരിഭാഗം ആളുകളും. ഇങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം ആരംഭിച്ച റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കസ്റ്റമർ ഇല്ലാതെ വരികയും വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതായി മാറുകയും അങ്ങനെ വിപണിയിൽ ചലഞ്ചസുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നത്. ഇതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം അവിടുത്തെ ജീവനക്കാരാണ്. പ്രൊഫഷണൽ രീതിയിലല്ല ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളിലും ജീവനക്കാരെ കൊണ്ടുവരുന്നതും അവരെ നിലനിർത്തുന്നതും. ഇതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള മറ്റൊരു പ്രശ്നം. നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളിലും അതേപോലെ തന്നെ ഓൺ ബോർഡിങ്ങിലും അവരെ റിട്ടൻഷൻ നടത്തുന്നതിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊഫഷണൽ രീതികൾ പിന്തുടരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ജീവനക്കാർ അവർക്ക് സ്വയം തോന്നുന്ന രീതിയിൽ ആ ബിസിനസ്സിൽ അവർ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുക. ഇത് ബിസിനസ്സിൽ കൃത്യമായിട്ട് ഈ ബിസിനസ് ഉടമ ചിന്തിക്കുന്ന രൂപത്തിലുള്ള സർവീസുകളും അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അവിടെ നിലനിർത്താൻ കഴിയാതെ വരികയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമറുടെ തിരിച്ചു വരവുണ്ടാവില്ല. ഒരു തവണ വന്ന കസ്റ്റമർ തിരിച്ചു വരില്ല. ഇങ്ങനെ പ്രയാസങ്ങളിലേക്ക് പോവുകയും കസ്റ്റമർ ഇല്ലാതെ ആ ബിസിനസ് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക്ക് മുമ്പോട്ട് പോകുന്നത്. എവിടെയാണ് ഈ എംപ്ലോയി മാനേജ്മെന്റിൽ ഒരു ബിസിനസ് ഉടമയ്ക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്? എന്തൊക്കെ സ്ട്രാറ്റജികളാണ് ഇതിൽ ഒരു എംപ്ലോയി മാനേജ്മെന്റിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉടമ പിന്തുടരേണ്ടത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഉടമയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും. ഈ ഒരു നല്ല ഒരു പ്രവൃത്തിയെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത്. എത്രയോ കുടുംബങ്ങൾക്ക് എന്നിൽ നിന്ന് ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആളുകളെ അദ്ദേഹത്തിനോടൊപ്പം ചേർക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ട ഓരോ ജോലികളും ചെയ്യാൻ കഴിവുള്ളവരെന്ന് കരുതുന്ന ആളുകളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ജോലിയിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട ജോലികൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു കുടുംബത്തെ പോലെയാണ് ആ ഓരോ ആളുകളെയും കാണുന്നുണ്ടാകുക. പക്ഷെ വളരെ താമസിയാതെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നു, ആളുകൾ ഈ രൂപത്തിലല്ല പ്രതികരിക്കപ്പെടുന്നത് എന്നുള്ളത്. വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല, ഭൂരിഭാഗം ആളുകളും ആ റെസ്റ്റോറൻറ്റ് ഉടമയോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു റെസ്റ്റോറൻറ്റ് ഉടമ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ട് നിൽക്കേണ്ടത്. എന്നാൽ പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് എന്താണ്? ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടിങ് പ്രോഗ്രാമുകൾക്കൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ പല റെസ്റ്റോറൻറ്റുകളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്പെക്റ്റ് ഇല്ലാത്ത ജീവനക്കാരെയാണ് നമ്മൾ കാണുന്നത്, ഭൂരിഭാഗം ആളുകളെയും. ഇത് ഒരു ക്യാൻസർ പോലെ ആ റെസ്റ്റോറൻറ്റിനുള്ളിൽ പടരുകയാണ് ചെയ്യുന്നത്. റെസ്പെക്റ്റ് ഇല്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ അവിടെ വരുന്നതോടുകൂടി, ആ ടീമിലേക്ക് വന്ന് ചേരുന്നതോടുകൂടി ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ആ റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ ഈ ബിസിനസ് ഉടമയ്ക്ക് കഴിയാതെ പോകും. അതിൽ നിന്ന് എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെയാണ് ഈ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു ടീം വളർന്നു വരുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. അവർക്കത് വലിയൊരു ശ്രദ്ധയൊന്നും കൊടുക്കില്ല. അവർ കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷനിൽ ശ്രദ്ധിക്കില്ല, അവർ ഫുഡിൻ്റെ ടേസ്റ്റുകളിൽ ശ്രദ്ധിക്കില്ല, ഫുഡിൻ്റെ കൺസിസ്റ്റൻസിയിൽ ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങും. റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു,
ശ്രദ്ധ ഇല്ലാതെ പോകുന്നു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ജീവനക്കാർക്ക്. കൂടാതെ മാനേജ്മെന്റിനെ കുറ്റം പറയുന്ന ഒരു ടീമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ വളർന്നു വരും. ആരെ കണ്ടാലും, കസ്റ്റമറെ കണ്ടാലും മാനേജ്മെന്റിനെ കുറ്റം പറയും. മറ്റൊരാൾ വന്ന് എന്തെങ്കിലും ഒരു വെണ്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ വെണ്ടേഴ്സിനോടും മാനേജ്മെന്റിനെ പറ്റി കുറ്റം പറയും. ഇങ്ങനെ ഗോസിപ്പുകളും അതേപോലെ തന്നെ ഒരു മറ്റുള്ള ഒരു ഹരാസ്മെന്റ് അഥവാ ഭീഷണിപ്പെടുത്തുന്ന സ്വരങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് ഈ ജീവനക്കാര് കുറച്ച് കാലം കൊണ്ട് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെ മാറി വരുന്ന ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വലിയ സ്ട്രെസ്സാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല സർവീസുകളും അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാതെ പോകുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കീപ്പ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. ടേസ്റ്റ് ആയിട്ട് ഫുഡ് കൊടുക്കാൻ കഴിയാതെ പോകുന്നു. ഫാസ്റ്റ് ഡെലിവറി കൊടുക്കാൻ കഴിയാതെ പോകുന്നു. ഡൈനിങ്ങും കിച്ചണും തമ്മിൽ ഭയങ്കര ഇഷ്യൂസുകൾ നിലനിൽക്കുന്നു. ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ പ്രയാസങ്ങൾ കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് ഉടമ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു കുപ്പിച്ചില്ലിൽ ചവിട്ടി നടക്കുന്ന ഒരാളെ പോലെയാണ് പിന്നീട് റെസ്റ്റോറൻറ്റ് ഉടമ നടക്കുന്നത്. വളരെ ശ്രദ്ധയോടെ, ഒന്നും ആരോടും പറയാൻ കഴിയാതെ, ഒരു ബിസിനസ് ഉടമയോട് പോലും ഒന്നും സംസാരിക്കാൻ കഴിയാതെ, ഒരു ജീവനക്കാരനോട് പോലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോഴേക്ക് അവിടെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബിസിനസ്സിനുള്ളിൽ നഷ്ടങ്ങൾ വരുത്തുക, കസ്റ്റമറോട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് പ്രവർത്തിക്കുക, പിന്നീട് മറ്റുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവരെ മാനസികമായിട്ട് പെട്ടെന്ന് ഞങ്ങൾ ജോലി അവസാനിപ്പിച്ച് പോകും, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഹറാസ്മെന്റിന്റെ രീതിയിലേക്ക് ജീവനക്കാരൻ മാറിപ്പോകും. ഇത് ഈ ബിസിനസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുക. കാരണം ഇദ്ദേഹം ചെയ്യേണ്ട ജോലികളെ ഡെലിഗേറ്റ് കൊടുത്ത ആളുകൾ ഇദ്ദേഹത്തോട് ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകാൻ കഴിയാതെ വരും. അഥവാ വിജയകരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ ഇത് ഓരോ റെസ്റ്റോറൻറ്റ് ഉടമയും അനുഭവിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ബിസിനസ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരുന്ന സമയത്ത് അത് നടക്കില്ല, ഇത് ഞങ്ങളുടെ ജോലിയല്ല അത് എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള റെസ്റ്റോറൻറ്റ് ജീവനക്കാരെയാണ് നമുക്ക് ഭൂരിഭാഗവും കാണാൻ കഴിയുക. വളരെ കുറഞ്ഞ ആളുകൾ അതിനോട് യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റുകൾ നമ്മളുടെ റെസ്റ്റോറൻറ്റിനുള്ളിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയണം. അതിന് എന്തൊക്കെ പോംവഴികളാണ്, അതിനെന്തൊക്കെ സൊല്യൂഷനുകളാണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുക, എന്തൊക്കെ സ്ട്രാറ്റജികളും സിസ്റ്റങ്ങളുമാണ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരെ നമ്മൾ നിയമിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ജോബ് റോളുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അവർക്ക് കൃത്യമായിട്ട് ജോബ് റോളുകൾ കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജോബ് റോളുകൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. അത് നമ്മൾ കൊടുക്കാതെയാണ് അവരെ നിയമിച്ചിട്ടുള്ളത് എങ്കിൽ ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താ? ഒരു ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നല്ലൊരാളാണ് എന്നുള്ള ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അതേസമയം
നമ്മൾ അവിടെ ആവേണ്ടത് എന്താണ്? നല്ലൊരു ലീഡർ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ എന്നെപ്പറ്റി നല്ലത് പറയുന്നു, ആളുകൾ നല്ലത് പറയുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊരു ടീമിനെ ലീഡ് ചെയ്യുന്ന നല്ലൊരു ലീഡറായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. അതിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ നോ പറയേണ്ടി വരും. നല്ലൊരു ലീഡർ എപ്പോഴും നോ പറയാൻ കഴിവുള്ള ആളായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ നിങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആളായിരിക്കും നിങ്ങൾ. അപ്പൊ ഈ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ലീഡർ ആവുക എന്നുള്ള ഒരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവനക്കാരന് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് കഴിയണം. ഒരു ജീവനക്കാരനോട് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ ഇന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നീ അത് അവൻ അത് പറയും എന്നുള്ളത് മുൻകൂട്ടി കാണാനും അതിനുള്ള സൊല്യൂഷനും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? മറ്റൊരു ജീവനക്കാരനെ ഈ ജോലി കൂടി ഡെലിഗേറ്റ് ചെയ്ത് അവനെ കൊണ്ട് ഈ ഒരു മൾട്ടി ടാസ്കിങ് ജോലി ചെയ്യിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾ നിലവിൽ കൊടുത്തു വെച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ബിസിനസ്സിനുള്ളിലെ ഒട്ടുമിക്ക ജോലികളും മൾട്ടി ടാസ്കിങ് രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു വെക്കണം നിങ്ങളുടെ ജീവനക്കാരെ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഓവർകം ചെയ്ത് അടുത്തൊരാളെ കൊണ്ടുവരുന്നത് വരെ നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു ജീവനക്കാരനിൽ നിന്ന് ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിൽ എന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ. അതേപോലെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീമിനുള്ളിൽ കുറച്ച് ആളുകൾക്ക് കൂടുതൽ അധികാരം അങ്ങ് നൽകുക ചെയ്യാം. അവർ പറയും പോലെ അങ്ങ് ചെയ്യൂ, ആ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ച് പോവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ടീമിനുള്ളിലെ ചില ആളുകൾക്ക് നമ്മളാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയില്ല എന്ന് തോന്നുന്ന ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ അധികാരങ്ങൾ അവരിലേക്ക് എത്തിപ്പെട്ടു പോകും. നമ്മൾ കൊടുക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് അവരിലേക്ക് അങ്ങ് എത്തും. പിന്നെ അവരാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക. കിച്ചണിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കാം. ചിലപ്പോൾ ഡൈനിങ്ങിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അപ്പൊ അങ്ങനെ ചില നമ്മൾ കൊടുത്തിട്ടല്ല, കൊടുക്കാതെ തന്നെ അവരെന്ത് ചെയ്യും? കുറച്ച് അധികാരങ്ങൾ കൂടുതലായിട്ട് അവർ വിനിയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ചില ആളുകളെ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ കാണാറുണ്ട്. അത് ചില കാരണങ്ങൾ കൊണ്ടാ. ചിലപ്പം കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളായിരിക്കും. അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് അടക്കി ഭരിച്ച് അവരുടെ കാലിന്റെ ചുവട്ടിൽ നിൽക്കണം എന്ന് കരുതിക്കൊണ്ട് അവരോട് എപ്പോഴും ദേഷ്യപ്പെട്ടും മറ്റുള്ള രൂപത്തിലും വഴക്ക് പറഞ്ഞും നിൽക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാറുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ നമ്മളുടെ ടീമിൻ്റെ ഉള്ളിലെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. അവർ പല സമയങ്ങളിലും നമുക്കുണ്ടാവേണ്ട പ്രൊഡക്ടിവിറ്റികൾ നമുക്ക് കൃത്യമായിട്ട് തരുന്നതിനെ തടയുന്നുണ്ട് ഇവർ. നമ്മൾ വളരെ ശ്രദ്ധിക്കുമ്പോൾ അയാൾ വളരെയധികം ശ്രദ്ധിക്കണ്ടല്ലോ, അവൻ ചെയ്ത ആ ജോലിയിൽ കണ്ട ചെറിയൊരു മിസ്റ്റേക്കിനാണല്ലോ അവൻ അത്രയും വഴക്ക് പറഞ്ഞ് അവനെ റെഡിയാക്കി കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ അങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് ആ കേൾക്കുന്ന ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേഴ്സണാലിറ്റി, അവന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം അവന്റെ പ്രൊഡക്ടിവിറ്റിയെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ നമ്മൾ കൂടുതൽ മോണിറ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഓക്കെ. ഇത് പരിഹരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ബിസിനസ്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ ഈ കൃത്യമായിട്ടുള്ള സിസ്റ്റം ഇല്ല എങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടാൻ നമുക്ക് കഴിയില്ല. എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഓരോ ജോലികളെയും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും അല്ലെ. കിച്ചണിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഡൈനിങ് ഏരിയയിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാനേജ്മെന്റ് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള SOPകൾ നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് അത് ആരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കണം.
അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു ജോലികളെ കൃത്യമായിട്ട് ഏതൊക്കെ ആളുകൾ കൂടിച്ചേർന്നാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് എന്നുള്ളതിനൊരു വ്യക്തതയുണ്ടാവും. അപ്പൊ അവിടെ നമ്മളുടെ കൂടുതൽ കൈകടത്തലുകൾ ആവശ്യമില്ല. ഒരു ഡോക്യുമെന്റ് രീതിയിൽ തന്നെ ഇവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന കാര്യങ്ങൾ ഈ ഇത്ര ആളുകൾ ചേർന്നാണ് നടത്തേണ്ടത്, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതെനിക്ക് അറിയില്ല, ഇതെന്റെ ജോലിയല്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു, എന്നോട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇങ്ങനെയുള്ള വർത്തമാനത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ആരൊക്കെയാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളത്. അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് ഇന്ന ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ജോലി ചെയ്യേണ്ടത്, ഇന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഇന്ന ആളോടാണ് ചോദിക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള SOP നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജീവനക്കാരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ നിലവിൽ കൊണ്ടുവരണം. ഒരു ഹയറാർക്കി സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. ആരാണ് ലീഡർ, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അവരെങ്ങനെയാണ് ഇവരോട് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഹയറാർക്കി സിസ്റ്റം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരണം. അവിടെ അവർക്ക് വ്യക്തതയുണ്ടാവും, ഞാൻ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഞാൻ ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഞാൻ ആരിലൂടെയാണ് ഞാൻ ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തത നിങ്ങളുടെ ജീവനക്കാർക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഇത് ഇന്ന് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കുന്നില്ല ട്രെയിനിങ് എന്നുള്ളത്. ട്രെയിനിങ് എന്നുള്ളത് ഒരു നഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, പ്രൊഡക്ടിവിറ്റി ഉള്ളവരാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ടൂളാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ നല്ല ട്രെയിനേഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ ജീവനക്കാരെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയുള്ള നല്ല കൾച്ചറുള്ള ആളുകളാക്കി മാറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവർക്ക് റെഗുലറായിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ നിങ്ങൾ ഓരോ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലെ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ നിങ്ങളെ പേടിപ്പിച്ച് ഞാൻ പോയാൽ ഈ ബിസിനസ് പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഞാനുള്ളത് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് എന്ന് നിങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്ന നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയണം. അവർക്ക് വേണ്ടി അവരോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു മറുമരുന്നെന്ന് പറയുന്നത് അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ പോവട്ടെ, നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ ഈ ലോകത്തൊരാളല്ല ഉള്ളത്. നിരവധി ആളുകൾ നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകളെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് പഠനം പൂർത്തിയാക്കി പ്രൊഫഷണൽ രീതിയിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് അവരെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ആളുകളെ അല്ല നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളുടെ ബിസിനസ്സിനുള്ളിലുള്ള ജീവനക്കാർ പോകുന്നത്. അവരുടെ കൾച്ചർ കൃത്യമായിട്ട് ഒരു മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നത് അവർക്ക് പ്രൊഫഷണൽ രീതിയിലുള്ള ട്രെയിനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളിലേക്ക് മാക്സിമം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിനുള്ളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഒരു ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ടോക്കിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ള SOPകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയും
ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകും. നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ട്, റെസ്റ്റോറൻറ്റ് ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിന് പരിഹാരമുണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിലും, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എംപ്ലോയി പ്രോബ്ലം ആണെങ്കിലും, നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പ്രോബ്ലം ആണെങ്കിലും, നിങ്ങളുടെ മാർക്കറ്റിങ്ങിലുള്ള പ്രോബ്ലം ആണെങ്കിലും, നിങ്ങളുടെ ഫുഡിലുള്ള കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലം ആണെങ്കിലും, നിങ്ങളുടെ പ്രൈസിങ്ങിലെ പ്രോബ്ലം ആണെങ്കിലും, നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റിയിലുള്ള പ്രോബ്ലം ആണെങ്കിലും, എന്ത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾക്ക് അതിന് പരിഹാരം കൊണ്ടുവരാൻ കഴിയും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ പരിഹാരം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് കഴിയുക. താങ്ക് യു. മറ്റൊരു നല്ല ടോപ്പിക്കുമായി